അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ നമ്മൾ നല്ല ഈന്തുംപൊടി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈന്തുംപൊടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മലബാറുകാർക്ക് വായിൽ വെള്ളം വരും. അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു നൊസ്റ്റാൾജിക് ഐറ്റമാണ്. ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല കേട്ടോ, ഇത് നല്ല പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടാണ്. പിന്നെ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ തോന്നും ഇത് അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇത് ഈന്തിൻ്റെ കായ ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ ഈന്തുംപൊടി ഉണ്ടാക്കുക. അപ്പോൾ ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടെ ഉള്ളൊരു ഐറ്റമാണ്. അപ്പോൾ പുതിയ തലമുറക്ക് അധികം പരിചയമില്ലാത്ത നമ്മളെ കുറേ നൊസ്റ്റാൾജിക് ഓർമ്മകളൊക്കെ ഉള്ള ഈന്തുംപൊടി നമുക്ക് ഉണ്ടാക്കാം. ബിസ്മില്ല. അപ്പോൾ നമ്മളിതാ ഈന്തുംപൊടീൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഈന്തും കായ. നമ്മൾ ഈന്ത് എന്നാണ് പറയൽ. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങണതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, ഇതിൽ നല്ലോണം പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടോ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണ്. ഇത് നമുക്ക് മരത്തുമെന്ന് പറിച്ച് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വെട്ടിയിട്ട് നല്ലോണം ഉണക്കിയെടുക്കും, എന്നാലേ അതിൻ്റെ ഒരു കട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വയറിനൊന്നും ചിലർക്ക് പറ്റില്ല, വയറിളക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലോണം ഉണക്കിയെടുത്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ അത് മാത്രമല്ല, പഴയ ഈന്തിനാണ് ടേസ്റ്റും കൂടുതലുണ്ടാവുക. അപ്പോൾ നല്ലോണം കഴുകി നല്ലോണം വെള്ളമൊക്കെ വാർത്തിയെടുത്തതിന് ശേഷം നമുക്കത് മില്ലിൽ കൊടുത്തിട്ട് അരിയൊക്കെ പൊടിപ്പിച്ചെടുക്കണ പോലെ അതങ്ങോട്ട് പൊടിപ്പിച്ചെടുക്കാം. വറുത്ത് പൊടിക്കൊന്നും വേണ്ട, വറുക്കാണ്ട് തന്നെ പൊടിപ്പിച്ചാൽ മതി. ഇനി പൊടി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ ഈന്ത് ഉണക്കിയിട്ട് പൊടിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് വറുത്ത് പൊടിപ്പിച്ചാലും മതി. ഇനി നമുക്ക് തേങ്ങ വറുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ 1 കിലോ ഈന്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കിലോ ഈന്തിന് ഒരു തേങ്ങ എന്നാണ് കണക്ക്. ഒരു കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു 2-2.5 കപ്പ് തേങ്ങ എടുക്കുക. അപ്പോൾ തേങ്ങ ഇതാ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ ഇട്ടിക്കണേ. എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ഗ്രാമ്പു, ഒരു നുള്ള് ഏലക്കായ, പിന്നെ 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, 2 കഷ്ണം പട്ട, ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചൂടിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു കൈപ്പിടി ചുവന്നുള്ളി അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ വിട്ടു പോയതാണ്, അപ്പം നിങ്ങൾ മറക്കാണ്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് ചെറിയ തീയിലിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം. അങ്ങനെ അതാ നമ്മളെ തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ കളറായി കിട്ടിക്കണ്. തേങ്ങ വറുക്കണ പരിപാടി കഴിഞ്ഞിക്കണ്. ആ തേങ്ങയൊക്കെ മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ ചീനച്ചട്ടീൻ്റെ ചൂടിൽ അതൊന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടുത്ത പരിപാടി നോക്കാം. ഇനി നമുക്ക് വേഗം കറി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിതാ അരിഞ്ഞ് വെച്ചിക്കണം. നമുക്കൊരു 3 ഉള്ളി വേണം. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി സ്ലൈസ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 4 തക്കാളി. തക്കാളി നമ്മൾ സാധാരണ കറിക്ക് ചേർക്കുന്നതിനേക്കാളും കുറച്ചധികം ചേർക്കണം. 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിക്കണം. പിന്നെ അത് നമുക്ക് പച്ചമുളക് ഒരു 2 എണ്ണം അരിഞ്ഞ് വെക്കണം. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ പുതിന കുറച്ച് ചേർത്താൽ മതി, മല്ലിച്ചപ്പ് കുറച്ച് അധികം ചേർക്കാം. ഇനി ഇതാ കുക്കറിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിക്കണം. 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വെള്ളമൊക്കെ വാർത്തിയെടുത്തിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. അടുപ്പ് കത്തിച്ചിട്ടില്ല. പിന്നെ അത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവ, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതാണ് ഇത്ര കുറച്ച് ചേർത്തത്. നിങ്ങളെ മുളക് പൊടീൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ അത് നമ്മളെ കറി മസാല. ഇതിൻ്റെ റെസിപ്പി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ കറിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മസാല ആണ്, വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കുന്ന മസാല ആണ്. അപ്പോൾ അത് നമ്മൾ ഒരു 7 ടേബിൾ സ്പൂൺ നിറച്ചും, 7 ടേബിൾ സ്പൂൺ കേട്ടോ, അത് നിറച്ചും ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് കൂട്ടി കുഴക്കുക. പിന്നെ ഇറച്ചി നല്ല നെയ്യുള്ള ഇറച്ചി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം കൂടെ നമ്മളിതാ കൂട്ടി കുഴക്കുകയാണ്. നമ്മളെ ബിരിയാണിയൊക്കെ കുഴച്ചെടുക്കല്ലോ, അതേപോലെ നല്ലോണം അങ്ങോട്ട് കുഴച്ച് കൊടുക്കുക. ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിക്കണ്. നമുക്കിത് നേരെ അടുപ്പത്തേക്ക് വെക്കാം. കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുത്തിക്കണ്. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 3 വിസിൽ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നല്ലോണം കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ കറി റെഡിയായി കിട്ടും. നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുക്കറിൻ്റെ എയർ പോയതിന് ശേഷം, താനേ പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക കേട്ടോ, എന്നാലേ നല്ലോണം കുക്കായി കിട്ടുള്ളൂ. തിരക്കിട്ട് തുറന്നാൽ ഇറച്ചിയൊന്നും വെന്ത് കിട്ടില്ല.
ഇനി ഇതാ നമ്മളെ ഈന്തിൻ്റെ പൊടിയൊക്കെ നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കണ്. നിങ്ങൾ ചോദിക്കും നമുക്ക് മിക്സിയിൽ പൊടിച്ചുകൂടെയെന്ന്. മിക്സിയിലും വേണമെങ്കിൽ പൊടിക്കാം, പക്ഷെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിയാത്തത് പിന്നെ അരിച്ചെടുത്ത് പിന്നെ പൊടിച്ച് അങ്ങനെ കുറച്ച് പണിയാണ്. ഇപ്പോൾ നമുക്ക് മില്ലിലൊക്കെ കൊടുത്ത് പൊടിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പൊടിച്ചെടുക്കാം. ഉമ്മ പറയുന്നുണ്ട് ഇതൊക്കെ പണ്ട് ഉരലിലിട്ടിട്ടേനല്ലോ പൊടിക്കൽ, 2-3 ഉലക്കൊക്കെ ഇട്ടിട്ട് 10ഉം 15ഉം കിലോ ഒക്കെ ഇങ്ങനെ ഒന്നായിട്ട് പൊടിക്കുമല്ലോ. പണ്ടൊക്കെ ഇത് ഉണ്ടാക്കാനും കുറേ ആൾക്കാരുണ്ടാവും, തിന്നാനും കുറേ ആൾക്കാരുണ്ടാവും. ആ ഉണ്ടാക്കലും ഒന്നായിട്ടിരുന്ന് കഴിക്കലും അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു രസം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കിട്ടാനില്ല, പിന്നെ നല്ല വിലയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അധികം ആൾക്കാരൊന്നും ഇതിപ്പോൾ ഉണ്ടാക്കണില്ല, വാങ്ങണില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃഷിയൊക്കെ കുറഞ്ഞിക്കണമെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഈന്തിൻ്റെ പൊടി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കി ഉപ്പൊക്കെ ഇട്ടിക്കണം. അപ്പോൾ നല്ല ചൂടായ വെള്ളത്തിലേക്ക് ഈന്തിൻ്റെ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കണക്കെടുത്തത് എത്രയാണോ പൊടി അത് അളന്ന് നോക്കുക, അത്രയും തന്നെ വെള്ളം എടുക്കുക. പിന്നെ നമ്മളിത് പത്തിരിക്ക് പൊടി കളരി എടുക്കണ പോലെ തിളച്ച വെള്ളത്തിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. തിളക്കാനായ വെള്ളത്തിലേക്ക് ഒന്നുകിൽ പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. 2 രീതിയിൽ ചെയ്യുമ്പോഴും വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണതേനു. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഉരുട്ടിയെടുക്കാൻ കുറച്ച് പാടാണ്. വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഉരുട്ടിയെടുക്കാനും നല്ല എളുപ്പമാണ്. പക്ഷേ പിടി നല്ല സോഫ്റ്റായി പോകും. എനിക്ക് കുറച്ചും കൂടെ നല്ല ഹാർഡായിട്ടുള്ള പിടിയാണ് ഇഷ്ടം. അപ്പോൾ അതാ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പൊടീൻ്റെ എല്ലാ ഭാഗത്തും നനവെത്തുന്ന രീതിയിൽ അടിയിലേക്കൊക്കെ നല്ലോണം കുത്തി നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനത്തെ നമ്മൾ മാവൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കണം. ഇപ്പോൾ കുറച്ചൊന്ന് ചൂടാറിക്കണം കേട്ടോ, കൈ കൊണ്ട് തൊടാൻ പറ്റിയൊരു ചൂടേ ഉള്ളൂ. നമ്മൾ ആ പാത്രത്തിൽ ഒന്ന് വെള്ളമൊഴിച്ച് മാവൊക്കെ നല്ലോണം വടിച്ചെടുത്തിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിക്കണം. കുഴക്കുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അമർത്തി കുഴച്ചെടുക്കുക. ഇടയ്ക്ക് കൈയൊന്നും ഇങ്ങനെ നനച്ച് കുഴച്ചെടുക്കുന്നതുകൊണ്ട് കൈമലേക്ക് വല്ലാണ്ട് ചൂട് തട്ടാതെ കുഴച്ചെടുക്കാനും പറ്റും. അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളമൊക്കെ കൂട്ടി കൊടുത്ത് നല്ല സോഫ്റ്റായിട്ട് അങ്ങോട്ട് കുഴച്ച് വെക്കുക. അങ്ങനെ ഇതാ നമ്മൾ പൊടിയൊക്കെ കുഴച്ച് കഴിഞ്ഞിരിക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിക്കണം. നമ്മൾ സാധാരണ പത്തിരിക്ക് കുഴക്കണതിനേക്കാളും കുറച്ചും കൂടെ നല്ല സോഫ്റ്റാക്കിയിട്ട് കുഴച്ചെടുക്കുക. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ, നല്ല എളുപ്പത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാം. ഇതൊരു പാത്രത്തിൽ വെച്ചിട്ട് മൂടി വെക്കണം, അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിൽ മൂടി വെച്ചേക്കണം. അങ്ങനെ ഇതാ നമ്മളിനി ഈന്തുംപൊടി ഉരുട്ടണ പരിപാടിയിലേക്ക് കടന്നിക്കണം. അപ്പോൾ ഈ ഒരു പണി നല്ല രസമുള്ളൊരു പണിയാണ് കേട്ടോ. എല്ലാവരും കൂടിയിരിക്കും, കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുട്ടിയിരിക്കും. കുട്ടികളും വലിയവരൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഉരുട്ടിയെടുക്കൽ ഒരു രസം തന്നെയാണ്. ഇനി ഇതാ നമ്മളെ കറിയൊക്കെ റെഡി ആയിക്കണേ. അപ്പോൾ നമ്മളിത് വലിയൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയൊക്കെ ചൂടൊക്കെ ആറിക്കണ്. അത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാം, വല്ലാണ്ട് അരയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പല സ്ഥലത്തും പല സ്റ്റൈലിലാണ് കേട്ടോ ഈന്തപ്പൊടി ഉണ്ടാക്കൽ, അതായത് പല ഷേപ്പിലാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഇതേപോലെയാണ് ഉണ്ടാക്കൽ. ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കും, പിന്നെ ഒന്ന് നീട്ടി ഉരുട്ടിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കും. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ആവിച്ചമ്പിൽ വെള്ളം വെച്ചിരിക്കണം. നമ്മളിന്ന് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പുഴുങ്ങി ഊറ്റിയിട്ടും എടുക്കാം കേട്ടോ. കുറച്ചും കൂടി എളുപ്പം നമുക്ക് ആവിയിൽ വേവിക്കണതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയാണ് ചെയ്യണത്. കുറേയൊക്കെ ഉണ്ടാകുമ്പോൾ അധികം നമ്മൾ പുഴുങ്ങിയെടുക്കലാണ്. ഇനി ഇതാ നമ്മളെ കറിയൊക്കെ റെഡി ആയിക്കണേ. അപ്പോൾ നമ്മളിത് വലിയൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയൊക്കെ ചൂടൊക്കെ ആറിക്കണ്. അത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കുക, വല്ലാണ്ട് അരയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്കിതാ വേവിച്ച് വെച്ചിട്ടുള്ള ഈന്തപ്പൊടി ഉണ്ടല്ലോ, നമ്മളെ പിടി, ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് കട്ട ഉടച്ചെടുത്തിക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ ഒന്ന് കട്ട പിടിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ കട്ട ഉടഞ്ഞ് കിട്ടാൻ കുറച്ച് വെള്ളത്തിലിട്ടിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിക്കണം, ഈ പണീൻ്റെ തിരക്കിൽ എല്ലാം കൂടെ ആയപ്പോൾ അതങ്ങോട്ട് വിട്ടുപോയി. ഇനി ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ദമ്മിട്ട് വെച്ചേക്കാം. അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിയിലേക്കൊക്കെ പിടിച്ച് നല്ല അടിപൊളിയാവും.
പിന്നെ അത് ഉണ്ടാക്കി അപ്പം തന്നെ വിളമ്പരുത്. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ രാവിലെ തന്നെ പണി തുടങ്ങും. ഒരു മഗ്‌രിബ് ആകുമ്പോഴത്തേക്ക് പണിയൊക്കെ തീർത്ത് രാത്രി ഡിന്നറിനാണ് നമ്മുടെ വിളമ്പൽ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും കുക്കുംബറും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അതിൽ കുറച്ച് സുറുക്കയും ഉപ്പൊക്കെ ചേർത്ത് ഒരു കച്ചമ്പർ ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കൂട്ടിയാൽ അടിപൊളി കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ നാളത്തേക്ക് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ രാവിലെ തന്നെ പുട്ടുണ്ടാക്കിയാൽ മതി. ഇതിൻ്റെ കൂടെ പുട്ടും കൂടി കുഴച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ വേറെയും പല കോമ്പിനേഷനും ഉണ്ട് ഈന്തപ്പഴത്തിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങളെ കോമ്പിനേഷൻസൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഈന്തപ്പഴി. അപ്പോൾ ഈന്തപ്പഴീൻ്റെ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത റെസിപ്പിയൊക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.